നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സജന ഫിറോസ് എന്ന് പറയുന്ന രണ്ട് സോഷ്യൽ മീഡിയ ആളുകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ, അഭിനയരംഗത്തും ബിഗ് ബോസിലൂടെയും സജീവമായിട്ടുള്ള രണ്ടുപേർക്കും ഇടയിലുള്ള വിവാഹമോചനം, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാകുകയാണ്. സജനയും ഫിറോസും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടാൻ കാരണം മൂന്നാമതൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചർച്ചകൾ സജീവമായത്. ഇതിനിടയിൽ സജനയെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഫിറോസ് പങ്കുവച്ച ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നീയും അവനും ഒന്നിച്ചുള്ള ഗോസിപ്പുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കാരണം അത്തരം കർമ്മയിലുള്ള ഒരു നടപടി എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്ന തരത്തിലൊക്കെയായിരുന്നു ഫിറോസിന്റെ പ്രതികരണം. എന്നാൽ ഫിറോസ് അത്തരത്തിൽ കൂടെ പ്രതികരിച്ചതോടെ ഗോസിപ്പുകൾ വെറും ഗോസിപ്പുകളല്ല, മറിച്ച് സജ്നയും അയാളും തമ്മിൽ അത്തരമൊരു ബന്ധമുണ്ട് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ വിധി എഴുതാൻ തുടങ്ങി. ഇതോടുകൂടെ അതിന് കടന്നു എന്ന് മനസ്സിലായപ്പോൾ സജ്ന ആ ബോംബ് പൊട്ടിച്ചു. ഫിറോസുമായിട്ട് താൻ വേർപിരിഞ്ഞത് ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ കരിയർ നോക്കിയെടുത്ത തീരുമാനമല്ല എന്ന് സജ്ന പറയുന്നു. സജ്ന വാ തുറന്നതും ഫിറോസിനെതിരെയുള്ള വാക്കുകൾ എന്നതിനേക്കാൾ ഉപരി നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന ഫിറോസിന്റെ ഓരോ രീതികളെയാണ് സജ്ന വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ്. തൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് താൻ ഫിറോസിനെതിരെ ഒന്നും സംസാരിക്കാതിരുന്നത് എന്നും, പക്ഷേ ഇനിയും കർമ്മ നോക്കിയിരുന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം ഇത്തരത്തിൽ നശിച്ചു പോകുമെന്നും തനിക്ക് അതുവരെ നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സജ്ന സംസാരിച്ചത് ഫിറോസിന്റെ ഒരുപാട് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ്. ചില സെറ്റുകളിൽ സജ്ന ഇരിക്കെ തന്നെ മറ്റു സ്ത്രീയുമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്തു എന്നും, ലിപ് ലോക്ക് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് കണ്ടു എന്നും, മറിച്ച് മറ്റ് പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം താൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നും സജ്ന പറയുന്നു. വിവാഹം കഴിച്ചത് തൻ്റെ കുഞ്ഞിനെയും സ്വന്തം കുഞ്ഞായി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എങ്കിൽ പോലും വിവാഹശേഷം ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞായിരുന്നു തങ്ങളുടെ ദാമ്പത്യത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് സജ്ന വ്യക്തമാക്കിയത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ സജ്ന പറയുകയുണ്ടായി. അതായത് ബിഗ് ബോസിൽ പോയ കാര്യം നമുക്കൊക്കെ അറിയാലോ. ഇവരൊക്കെ ബിഗ് ബോസിൽ പോയ സമയത്ത് ആ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇവർക്കിടയിൽ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമായി മാറിയത് എന്നുള്ള കാര്യം. ആ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് കാരണമാണ് തങ്ങളിപ്പോൾ പിരിയാനടക്കം കാരണമായിരിക്കുന്നത് എന്നും സജ്ന പറഞ്ഞു വെക്കുമ്പോൾ നേരെ സോഷ്യൽ മീഡിയ ഓർത്തെടുത്ത് ഒരു പേര് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റായ ഒരു പെൺകുട്ടിയിലേക്കാണ്, സൂര്യയിലേക്ക്. എന്നാൽ ഇത്തരത്തിൽ സൂര്യയുടെ പേര് കൂടെ സജ്ന ഫിറോസ് പ്രശ്നത്തിൽ വന്നതോടുകൂടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ അതിൽ ശക്തമായിട്ടുള്ള മറുപടിയുമായിട്ട് സൂര്യ തന്നെ രംഗത്തെത്തുന്നുണ്ട്. ഫിറോസ് ഖാനും സജ്നയും തമ്മിലുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിഴക്കുന്നവർക്ക് മറുപടിയുമായിട്ടാണ് മുൻ ബിഗ് ബോസ് താരവും നടിയുമായിട്ടുള്ള സൂര്യ ജെ മേനോൻ രംഗത്തെത്തിയിരിക്കുന്നത്. ബിഗ് ബോസ് ഷോയിൽ സജ്നയ്ക്കും ഫിറോസിനുമൊപ്പം മത്സരാർത്ഥിയായിരുന്ന സൂര്യ സോഷ്യൽ മീഡിയയിലൂടെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സജ്നയും ഫിറോസും വേർപിരിയുന്നതിലേക്ക് നയിച്ചത് ബിഗ് ബോസിലെ തന്നെ മറ്റൊരു വനിതാ മത്സരാർത്ഥിയാണെന്നുള്ള ഫിറോസുമായുള്ള ബന്ധത്തിനെ കണ്ടെത്തിയിട്ടാണ് താൻ അത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന സജ്നയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രതികരണം. ആ വ്യക്തി താനല്ല എന്ന് സൂര്യ സൈബറിടങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നു. ബിഗ് ബോസ് കാലം മുതൽ തന്നെ വെറുക്കുന്ന ആട്ടിൻ തോലിട്ട ചില ചെന്നായ്ക്കൾ തന്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം കമന്റുകൾ ഇടുകയാണെന്നാണ് സൂര്യയുടെ ആരോപണം. അവരുടെ കുടുംബജീവിതത്തിന് അടുത്ത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും താൻ നടത്തിയിട്ടില്ല എന്നും സജ്ന ഇപ്പോഴും തന്റെ നല്ലൊരു സുഹൃത്താണെന്നും സൂര്യ വ്യക്തമാക്കി. മാനസികമായി ഇത്രയും അധപ്പതിച്ച ആളുകൾ എന്ന അടിക്കുറിപ്പോടുകൂടെയാണ് സൂര്യ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണമുണ്ട്. നമ്മുടെ സീസണിൽ ഉണ്ടായിരുന്ന സജ്ന ഫിറോസിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടൊരു കേസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നു. അപ്പോൾ അതിൽ സജ്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. മൂന്നാമതൊരു വനിതാ മത്സരാർത്ഥി അവളുടെ ജീവിതത്തിലേക്ക് ഇൻവോൾവ്ഡ് ആയി എന്നുള്ള കാര്യം. അപ്പോൾ ആട്ടിൻ തോലിട്ട കുറച്ച് ചെന്നായ്ക്കൾ, അതായത് ബിഗ് ബോസ് മുതലേ എന്നെ ഹെയ്റ്റ് ചെയ്ത് നടക്കുന്ന കുറച്ചുപേർ, അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി കമൻസ് ഇടുന്നതായി ഞാൻ അറിഞ്ഞു. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളോടാണ് പറയുന്നത്. ആ വ്യക്തി ഞാനല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, പക്ഷെ ഞാനല്ല ആ വ്യക്തി. അവരുടെ കുടുംബജീവിതത്തിൽ അവരുടെ ആ ജീവിതം ഉണ്ടല്ലോ, അതിനടുത്ത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഞാൻ നടത്തിയിട്ടില്ല. സജ്ന ഇപ്പോഴും എൻ്റെ നല്ലൊരു സുഹൃത്ത്.
ഒരിക്കലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്രയും ലോക്കൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും കമന്റ് ഇട്ട ആളുകൾ, പക്ഷേ നിങ്ങളുടെ സ്വഭാവമല്ല എനിക്ക്. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോഴേ പറയുകയാണ്, ആ വ്യക്തി ഞാനല്ല എന്നുള്ളതാണ് സൂര്യ പ്രതികരിക്കുന്നത്. എന്തായാലും ആ ഒരു വ്യക്തി ആരാണ് എന്നതിനെ ഒക്കെ വേണ്ടിയുള്ള തിരച്ചിലും ചർച്ചകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്കിതിൽ പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയാനുള്ളത് സജന ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ്. അതായത് സജന ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 17 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയെ പറഞ്ഞു മഴക്കി ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി മോശമായിട്ടുള്ള രീതിയിലടക്കം അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പറഞ്ഞു വന്നത് ഒരു പോക്സോ കേസിൽ ഫിറോസ് ഉൾപ്പെടും എന്നുള്ള കാര്യമാണ്. ഏതാണ് ആ കുട്ടി എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്ന തരത്തിലല്ല സജനയുടെ ആ ഒരു വെളിപ്പെടുത്തൽ എങ്കിൽ പോലും ഈ പറയുന്ന കാര്യങ്ങൾ അത് പ്രധാനപ്പെട്ടതാണ്. സജന നടത്തിയിട്ടുള്ളത് ഫിറോസിൻ്റെ ആ ഒരു ആട്ടിൻ തോലിട്ട മുഖം വെളിപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. പുറത്ത് കാണിക്കുന്നത് പോലെയൊന്നുമല്ല അയാൾ സ്ത്രീയെ ഒരു അടിമയാക്കി വെക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഫിറോസിന്റെ ഭാഗത്തു നിന്ന് സജനയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സജന തുറന്നടിച്ച് പറയുന്നു. വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിരുന്നു എങ്കിൽ പോലും സജന അത്തരത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ഫിറോസ് അയാളുടെ സ്വാധീനം, അയാളുടെ ഒരു ഫെയിം ഉപയോഗിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതിനെ തുടർന്ന് പോലീസ് നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സജന തന്നെ ഇത്തരം ആരോപണങ്ങൾ, അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിയമപരമായിട്ട് ഇതെല്ലാം ചേർത്തുകൊണ്ടൊരു പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും സജനയ്ക്ക് നിയമം അല്ലെങ്കിൽ സജനയ്ക്ക് തന്നെയായിരിക്കും ഇതിലൊരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഫിറോസിനെതിരെയുള്ള ആരോപണങ്ങൾ അത് അവിഹിതം എന്നതിനേക്കാൾ ഉപരി ഒരു പോക്സോ കേസടക്കം ഉണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ഇതിലുണ്ട്.